നമ്മളിൽ പലരും ഉപവാസം ചെയ്യാറുണ്ടല്ലേ? ഫാസ്റ്റിംഗ്, നോയമ്പ് എന്നൊക്കെ പറയും. മതപരമായ കാരണങ്ങൾ കൊണ്ടോ ആരോഗ്യ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിനൊരു ബ്രേക്ക് കൊടുക്കാനോ ആണ് പലപ്പോഴും നമ്മൾ ഉപവാസം ചെയ്യുന്നത്. പക്ഷേ ഒരു സത്യമായ ചോദ്യം ചോദിക്കട്ടെ, ഉപവാസം ശരീരത്തിന് ഗുണമാണോ? അല്ലെങ്കിൽ അതിനെക്കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ നമ്മൾ ഇല്ലാതാക്കുന്നുണ്ടോ? ഉപവാസം എന്നത് ഭക്ഷണം ഒഴിവാക്കൽ മാത്രമല്ല, അത് ശരീരത്തിനൊരു റീസെറ്റാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരം മുഴുവൻ സമയവും ബിസിയായിരിക്കും. ദഹന പ്രക്രിയയ്ക്ക് വേണ്ടിയും ഊർജം പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻസുലിൻ കൺട്രോൾ ചെയ്യാനും ഒക്കെയായി. എന്നാൽ ഉപവാസ സമയത്തോ ശരീരം ഒന്ന് ശ്വാസമെടുക്കുന്നു, അതൊരു റിപ്പയർ മോഡിലേക്ക് പോകുന്നു. കൂടുതലായുള്ള കൊഴുപ്പ് ബേൺ ചെയ്യാനും ശരീരത്തിലെ വിഷാംശങ്ങൾ ക്ലിയർ ചെയ്യാനും എന്തിന് ശരീരത്തിനുള്ളിലുള്ള ചെറിയ ചെറിയ സെല്ലുകൾ വരെ ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് കൺട്രോൾഡ് ഫാസ്റ്റിംഗ് ആരോഗ്യത്തിന് നല്ലത് എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം എവിടെയാണെന്നറിയോ? ഉപവാസം അവസാനിപ്പിക്കുന്ന നിമിഷത്തിൽ, ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നോയമ്പ് മുറിക്കുന്ന നിമിഷം. ഒരു ദിവസം മുഴുവൻ ഉപവാസം, അതിനുശേഷം നമ്മൾ കഴിക്കുന്ന ആദ്യ ഭക്ഷണം എന്താണ്? എന്തെങ്കിലും ലഘുഭക്ഷണമാണോ? എവിടെ? എണ്ണയിൽ മുങ്ങിയ വിഭവങ്ങളാണ് പലപ്പോഴും നമുക്ക് തീന്മേശയിൽ കാണാൻ സാധിക്കുക. പഴംപൊരി, സമൂസ, ബജി. ശരീരം ആ സമയത്ത് എന്ത് അവസ്ഥയിലാണ്? മണിക്കൂറുകൾക്ക് ശേഷം ഒന്നും ലഭിക്കാത്തൊരവസ്ഥ. നമ്മൾ എന്താണ് നോയമ്പ് മുറിക്കുമ്പോൾ ശരീരത്തിന് കൊടുക്കുന്നത്? ഒരു ഹെവി ഓയിൽ അറ്റാക്ക്. ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. ഒരു ദിവസം മുഴുവൻ വിശ്രമിച്ച വയറിലേക്ക് എണ്ണയിൽ പൊരിച്ച ഭക്ഷണം, അത് ശരീരത്തിനൊരു ഷോക്ക് പോലെയാണ്. ഉപവാസ സമയത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റം സ്ലോ ആയിരിക്കും. അത് പെട്ടെന്ന് ഓവർലോഡ് ചെയ്യുമ്പോൾ എസിഡിറ്റി, ബ്ലോട്ടിംഗ്, ഹെവിനെസ്, ഉറക്കമില്ലായ്മ ഇവയെല്ലാം വരുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഉപവാസം കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലോ ഒരു അവസ്ഥയാണെന്ന്. കാരണം യഥാർത്ഥത്തിൽ ഉപവാസമല്ല, ഉപവാസം അവസാനിപ്പിക്കുന്ന രീതിയാണ്. ഫാസ്റ്റ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ നോയമ്പ് മുറിക്കുക എന്നത് ശരീരത്തിന് ജെൻറ്റിലായിരിക്കണം, വളരെ ലൈറ്റ് ആയിരിക്കണം. പഴം, ചൂടുവെള്ളം, ലഘുഭക്ഷണം, സൂപ്പ്, ഈന്തപ്പഴം ഇവയൊക്കെയാണ് ശരീരത്തിന് നാച്ചുറൽ ട്രാൻസിഷൻ നൽകുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത്ര നേരം വിശന്നല്ലോ, ഇനിയൊന്ന് പൊളിക്കണം. ഇത് ശരീരത്തിനൊരു ആഘോഷമല്ല, നമ്മളൊരു പണിഷ്മെൻ്റ് ആണ് ശരീരത്തിന് ആ സമയത്ത് കൊടുക്കുന്നത്. ഉപവാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? കൺട്രോൾ, ഡിസിപ്ലിൻ, ഡീടോക്സ്, ബാലൻസ് ഇവയൊക്കെയാണ്. പക്ഷേ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന നിമിഷത്തിൽ അതെല്ലാം നഷ്ടപ്പെടുന്നു. ഹെൽത്തി ഫാസ്റ്റിംഗ് എന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, ബ്രേക്ക് ചെയ്യുന്നതിലാണ് കൂടുതൽ പ്രധാനം. നമ്മൾ ഉപവാസം ചെയ്യുന്നത് ശരീരത്തെ ശുദ്ധീകരിക്കാനാണ്. പക്ഷേ അവസാനത്തിൽ അതിനെ ഓവർലോഡ് ചെയ്യാൻ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉപവാസം കഴിഞ്ഞാൽ ഫ്രൈഡ് ഐറ്റംസ് കഴിച്ചപ്പോൾ ഉണ്ടായ അസ്വസ്ഥത? പങ്കുവെക്കൂ നിങ്ങളുടെ കമൻറ്റിലൂടെ.